ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രത്തുള്ള അമൃത ഹെറിറ്റേജിലാട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി അവർ ഭംഗിക്ക് വെച്ചേക്കുന്നതാണ് അത്. പിന്നെ ഇത് വരുന്നത് ട്രിവാൻഡ്രത്ത് തൈക്കാടാണ്. നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസേ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ സെൻട്രാന്നൊന്നും പറയത്തില്ല, നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു മരമുണ്ട്. അതിലൊരു ഊഞ്ഞാൽ തൂക്കിയിട്ടിട്ടുണ്ട്. അത് മാത്രമേ പിള്ളേർക്കുള്ളൂ, അല്ലാതെ പിള്ളേർക്ക് പാർക്കോ ഇൻഡോർ ഗെയിംസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ വലിയൊരു മുറ്റമുണ്ട്, ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അത് കാരണം. പിന്നെ ഇവിടെ ആകെ കൂടി 5 റൂംസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും ചിലപ്പം. പിന്നെ നേരെ കാണുന്നതാണ് റിസപ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ 2 റൂംസും ലെഫ്റ്റ് സൈഡിലോട്ട് 3 റൂംസാണ് ഉള്ളത്. അപ്പം റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് 101, പിന്നെ ഇത് 102, ഇത് രണ്ടുമാണ് ഈ സൈഡിൽ. ലെഫ്റ്റ് സൈഡിലുള്ള റൂംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ 3 റൂംസാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത് 103, ഇത് 104, ഇത് 105 ആണ് ഈ കാണുന്നത്. പിന്നെ 5 റൂമും 5 ടൈപ്പ് റൂംസാട്ടോ, സെയിം അല്ല ഒന്നും. അപ്പം 105 ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, സോഫയും ടീപ്പോയൊക്കെ ആയിട്ട്. പിന്നെ ഇതാണ് റൂമിൽ നമുക്ക് സാധാ എല്ലാവർക്കുള്ള പോലെ തന്നെ കിറ്റിലും മിനി ബാറൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ കാലിയാണ്, ഒന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ബിൽഡിങ് കുറച്ച് നാളുകൾക്ക് മുമ്പ് റെനോവേറ്റ് ചെയ്തതൊക്കെയാണതാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലാണ് റെനോവേഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് TV ഉണ്ട് റൂമിൽ, പിന്നെ ഒരു കബോർഡ് ഉണ്ട്, പിന്നെ വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ഈ റൂം വീൽ ചെയർ ഫെസിലിറ്റി ഉള്ള റൂമാട്ടോ. ബാത്റൂമിലൊക്കെ വീൽ ചെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വലിയൊരു മിററുണ്ട് ബാത്റൂമിൽ. 105 മാത്രമേ ബാത്ത് ടബ് ഉള്ളൂ. പിന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 105 റൂമിൻ്റെ ഇത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 103 ആട്ടോ. അപ്പോൾ ഇതാണ് 103. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മിററുണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു ടേബിളുണ്ട്. പിന്നെ ഇവിടുത്തെ പണ്ടത്തെ ടൈപ്പ് സ്വിച്ചൊക്കെ ആട്ടോ കൊടുത്തേക്കണത്. പിന്നെ ലിവിങ് റൂമിൽ ഒരു സോഫ, ഒരു ടീപ്പോയ്, പിന്നെ ഷൂ റാക്ക്, പിന്നെ ഫ്ലോറിങ് കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലോറിങ് ഒക്കെയാണ്. പിന്നെ ഇനി ബെഡ്റൂം കാണിച്ചു തരാം. അപ്പം ഇതാണ് ബെഡ്റൂം. ഞങ്ങളിത് കഴിഞ്ഞിട്ടൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അടുത്ത റൂം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ മിററുണ്ട്. കബോർഡ്സ് എല്ലാ റൂമിലും ഡിഫറെൻറ്റ് ടൈപ്പ് കബോർഡാണ്. ഈ റൂമിൽ ബെഡിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സോഫയുണ്ട്. കണ്ടോ, ടൈൽസൊക്കെ, ഫ്ലോറിങ് നല്ല ഭംഗി. പിന്നെ ഇതാണ് ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാട്ടോ. ബാത്റൂമിലെ ടൈൽസും നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലുള്ള ടൈൽസ് ആട്ടോ താഴെ മൊത്തം, ബെഡ്റൂമിലായാലും ലിവിങ് റൂമിലായാലും. അപ്പം ഇതാണ് നൈറ്റ് വ്യൂ. അപ്പം ഞാൻ 103ഉം 105ഉം കാണിച്ചു. അപ്പം ഇനി 104 കാണിക്കാം. സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ ഒരു ലിവിങ് റൂമുണ്ട്, ബെഡ്റൂമുണ്ട്. അപ്പം ലിവിങ് റൂം നേരത്തെ കാണിച്ച ഏകദേശം അതേപോലെ തന്നെയാണ്. മിററുണ്ട്, ടേബിളുണ്ട്, ഷൂ റാക്ക് ഉണ്ട്, സോഫയുണ്ട്, 2 ചെയർസ് ഉണ്ട്. ഒരു ചെയർ അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയേക്കാണ് ഞങ്ങൾ. പിന്നെ തട്ടാട്ടോ റൂം മൊത്തം. പിന്നെ ഇതാണ് ബെഡ്റൂം. ഞങ്ങളൊരു എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എക്സ്ട്രാ ബെഡ് വന്നിട്ടുണ്ട്. പിന്നെ ടേബിള്, കബോർഡ്, ബെഡ്. പിന്നെ ഈ ടേബിൾ കണ്ടോ, നല്ല രസമുണ്ടല്ലേ, ബാഗൊക്കെ വെക്കാൻ പറ്റിയത്. പിന്നെ ഇതാണ് ബാത്റൂം. ഈ ബാത്റൂം ചെറുതാട്ടോ, ഒരു കുട്ടി ബാത്റൂമാണ്. കറക്റ്റ് ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഓക്കെ. അപ്പോൾ ഡിന്നർ ഞങ്ങൾ ബീഫ് സ്റ്റേക്ക് സിസ്ലറും ചിക്കൻ സ്റ്റേക്ക് സിസ്ലറും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഓർഡർ ചെയ്തത്. പിന്നെ പ്രോൺസ് ഫ്രൈയും ഓർഡർ ചെയ്തു. പക്ഷേ പ്രോൺസ് ഫ്രൈ ഒരു റോസ്റ്റ് മോഡലും ചില്ലി ചിക്കൻ വാങ്ങിച്ച കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല ഫുഡ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ്റെ അകം. നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ റിസപ്ഷനൊക്കെ.
ഒരു ഫോൺ ഇരിപ്പുണ്ടായിരുന്നു, നല്ല പണ്ടത്തെ ഫോണാണെന്ന് തോന്നുന്നു, നല്ല ഭംഗി വർക്കിംഗ് ആട്ടോ ഫോണൊക്കെ. പിന്നെ ഇവിടെ ഇവരുടെ അമൃത ഹെറിറ്റേജിനെ കുറിച്ച് എന്തോ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല, കണ്ടപ്പോൾ രസം തോന്നി വീഡിയോ എടുക്കണതാണ്. അതേപോലെ തന്നെ ഇവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഫോട്ടോയാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് പേര് കോഹിനൂർ റെസ്റ്റോറൻറ്റ് എന്നാണ്. അവിടുത്തെ ടിഷ്യൂവിൽ കാലിക്കട്ടിലും കോഹിനൂർ റെസ്റ്റോറൻറ്റ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, വേറെ ആരും തന്നെയില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഇഷ്ടം പോലെ സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. റൂം 5 എണ്ണം ഇല്ലെങ്കിലും ഫുഡ് കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തുനിന്നും വരുന്നുണ്ട്, റൂമിലല്ലാതെ പുറത്തുനിന്ന് വരുന്നവരുണ്ട്. പിന്നെ ഇതാണ് ബാക്കിൽ കുറച്ച്, പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ ബ്രെഡ് ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ്, ഓംലെറ്റ്, ബട്ടർ ജാം, ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സ്, ഇത്രയേ ഉള്ളൂ